ഇസ്രായേലിൽ നെതന്യാഹു വീഴും, പുതിയ പ്രധാനമന്ത്രി അധികാരത്തിൽ ഏറും എന്ന് ഏറെക്കുറെ ഉറപ്പായിരിക്കുകയാണ്. 2026 ഒക്ടോബർ 27 അതായത് വരാൻ പോകുന്ന 2 മാസം കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഭരണ സംവിധാനത്തിൻ്റെ കാലാവധി 4 വർഷം പൂർത്തിയായിട്ട് അവസാനിക്കും. അവിടെ പാർലമെൻറ്റ് എന്ന് പറയുന്നത് 4 വർഷമാണ്. അതോടുകൂടി ഇനിയൊരു അവസരം നെതന്യാഹുവിന് ഉണ്ടാവില്ല എന്ന തരത്തിലുള്ള റിപ്പോർട്ട് പുറത്തു വന്നു എന്ന് മാത്രമല്ല, അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് നെതന്യാഹുവിനെ പിന്തുണയ്ക്കുന്നില്ല എന്നതും ഇതിൻ്റെ കൂടെ ചേർത്ത് വായിക്കേണ്ടതാണ്. ഭരണകക്ഷിക്ക് 67 സീറ്റാണ്, പ്രതിപക്ഷത്തിന് 57 സീറ്റാണ്. 120 സീറ്റാണ് മൊത്തത്തിൽ അവിടെയുള്ള പാർലമെൻറ്റ് അംഗങ്ങളുടെ എണ്ണം. നെസറ്റ് എന്നാണ് അവരുടെ പാർലമെൻറ്റിന് അറിയപ്പെടുന്നത്. 2022 തെരഞ്ഞെടുപ്പ് നടന്നത്. 2026 ഒക്ടോബറോടുകൂടി അത് അവസാനിക്കുകയും ചെയ്യും. അപ്പോൾ ഓഗസ്റ്റ് മാസത്തിൽ നിൽക്കുന്നു. സെപ്റ്റംബർ ഒക്ടോബർ ഏറെക്കുറെ 2 മാസമാണ് ഇതിൻ്റെ കാലാവധി എന്നുള്ളത് തീരുമാനമായിരിക്കുകയാണ്. നമുക്ക് അവിടുത്തെ രാഷ്ട്രീയ പാർട്ടിയുടെ അവസ്ഥാ കാര്യങ്ങളെക്കുറിച്ച് നോക്കാം. ഒരുപാട് രാഷ്ട്രീയ പാർട്ടികളുള്ള ഒരു രാജ്യമാണ് ഇസ്രായേൽ എന്ന് പറയുന്ന സമയത്ത് 50-ലധികം രാഷ്ട്രീയ പാർട്ടികളുണ്ട്. രംഗത്ത് മത്സരത്തിൽ വിജയിച്ചവർ ഏകദേശം 12-13 പാർട്ടികളാണ്. അവിടെ സീറ്റ് നോക്കുന്ന സമയത്ത് ഇങ്ങനെ നമുക്ക് എണ്ണാൻ പറ്റും. ലിക്വിഡ് പാർട്ടിയാണ് നെതന്യാഹുവിൻ്റെ പാർട്ടി. അവരുടെ പാർട്ടിയാണ് ഭരിക്കുന്നത്. 32 അംഗങ്ങളാണ് ഭരണകക്ഷിക്കുള്ളത്. അവിടെ ഒറ്റയ്ക്കുള്ള പാർട്ടിയുടെ എണ്ണാണ് പറയുന്നത്. ഘടകകക്ഷികൾ കൂട്ടുകക്ഷി ഭരണ സംവിധാനമാണ് അവിടെ ഉള്ളത്. ഘടകകക്ഷികൾ പിന്തുണച്ചുകൊണ്ടാണ് ഭരണം നടത്തുന്നത്. രണ്ടാമത്തെ വലിയ പാർട്ടി യഷ് അതീത്, യായിർ ലാപ്പിഡ് നയിക്കുന്ന പാർട്ടിയാണ്. 24 സീറ്റ് അവർക്കുണ്ട്. അവർ പ്രതിപക്ഷമാണ്. അപ്പോൾ പ്രതിപക്ഷവും ഭരണകക്ഷിയും തമ്മിൽ 8 സീറ്റിൻ്റെ മാറ്റമേ ഉള്ളൂ എന്ന് ചുരുക്കം. മൂന്നാമത്തത് ഷാസ് എന്ന് പറയുന്ന പാർട്ടി, ആര്യബേരി എന്ന് പറയുന്ന ആളാണ് നയിക്കുന്നത്. 11 സീറ്റാണ് അവർക്കുള്ളത്. അത് ഭരണകക്ഷിയാണ്. നാലാമത്തത് ബ്ലൂ ആൻഡ് വൈറ്റ് നാഷണൽ പാർട്ടി, ബെന്നി ഗാൻസ് നയിക്കുന്നു. 8 സീറ്റാണ് അവർക്കുള്ളത്. ഭരണകക്ഷിയാണ്. അടുത്തത് ഓപ്സ യഹൂദിത്ത്, ഇറ്റാമിർ ബെൻഗുർ ഭരണകക്ഷിയിലുള്ള ആളാണ്. അയാളുടെ പാർട്ടിക്ക് 7 സീറ്റാണ് ഉള്ളത്. യുണൈറ്റഡ് തോറ ജൂതായിസം, മാഷെ ഗഫ്നി നയിക്കുന്നു. 7 സീറ്റാണുള്ളത്. പ്രതിപക്ഷമാണ്. തലീജസ് സയനിസ്റ്റ് പാർട്ടി, സ്മോട്രിച്ച് നയിക്കുന്നതാണ്. 6 സീറ്റ് ഭരണകക്ഷിയാണ്. ഇസ്രായേൽ ബെയ്റ്റിൻ, ലിബർമാൻ നയിക്കുന്നു. 6 സീറ്റാണുള്ളത്. പ്രതിപക്ഷമാണ്. യുണൈറ്റഡ് അറബ് ലിസ്റ്റ്, അത് അറേബ്യൻ വിഭാഗങ്ങൾ, അറബ് സംസാരിക്കുന്ന ഇസ്രായേൽ ജീവിക്കുന്ന ആളുകളുടെ പാർട്ടിയാണത്. അതായത് അറബ് മുസ്ലിം എന്നാണ് അതിന് പറയുക. മൻസൂർ അബ്ബാസ് ആണ് അതിനെ നയിക്കുന്നത്. 5 സീറ്റാണ് അവർക്കുള്ളത്. ഒരു പ്രതിപക്ഷമാണ്. അടുത്തത് ഹദഷ് ദാൾ എന്ന് പറയുന്നതാണ് പാർട്ടി. ഐമൻ ഓദ നയിക്കുന്നു. 5 സീറ്റാണ് അവർക്കുള്ളത്. ദി ഡെമോക്രാറ്റ് അടുത്തതാണ്. യാഹിർ ഗോലൻ നയിക്കുന്നു. 4 അംഗങ്ങളാണ്. പ്രതിപക്ഷമാണ്. ന്യൂ ഹോപ്പ്, അതൊരു പാർട്ടിയുടെ പേരാണ്. ജിഡൻസർ ആണ് അത് നയിക്കുന്നത്. 4 പേരാണുള്ളത്. ഭരണകക്ഷിയാണ്. നോം എന്ന് പറയുന്ന ഒരു പാർട്ടി ഉണ്ട്. അവിൽ മോസ് നയിക്കുന്നു. അതൊരു സ്വതന്ത്ര പാർട്ടിയാണ്. സ്വതന്ത്രനാണ്. ഭരണത്തിലും പ്രതിപക്ഷത്തിലും ഇല്ലാത്ത ഒരു കക്ഷി മാത്രമേ അവിടെ ഉള്ളൂ. ഏറെക്കുറെ 67 ഭരണകക്ഷികളും 57-നടുത്ത് പ്രതിപക്ഷവുമാണുള്ളത്. 56, 55 അങ്ങനെയൊക്കെ വരാറുണ്ട്. ഒരാൾ രാജിവെച്ചുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങളുണ്ട്. ചിലതൊക്കെ കോടതി കേസുമായിട്ട് ബന്ധപ്പെട്ടാണ്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറയുന്നത് ഇങ്ങനെയാണ്. ചെറിയ ഒരു അംഗബലത്തിലാണ് ആ രാജ്യം മുന്നോട്ട് പോകുന്നത്. സാധാരണഗതിയിൽ ഇസ്രായേൽ 4 വർഷമാണ് ഭരണ കാലാവധി എന്ന് പറയുന്നത്. ഈ കാലാവധി 4 വർഷം പരമാവധി പൂർത്തിയാവലില്ല. ഈ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇത് നീട്ടി പോകുന്നത്. 3-ലധികം ക്രിമിനൽ കേസിൽ പ്രതിയാണ് ഇപ്പോഴത്തെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു. കോടതിയിൽ ഹാജരാവാൻ വേണ്ടി പറയുന്ന സമയത്തൊക്കെ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ട വിഷയങ്ങൾ പറഞ്ഞ് ഒഴിഞ്ഞു മാറുകയാണ്. ആ സമയത്ത് കോടതിക്ക് ഒന്നും ചെയ്യാൻ വേണ്ടി പറ്റുന്നില്ല. രാജ്യം തന്നെ ഒരു യുദ്ധത്തിൻ്റെ മേഖലയിൽ നിൽക്കുന്ന സമയത്ത് രാജ്യത്തിൻ്റെ നേതൃത്വം നൽകുന്ന പ്രധാനമന്ത്രിയെ അറസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ ജയിലെടുക്കുക എന്ന് പറയുന്നത് കുറേ പ്രശ്നം, അതുമായിട്ട് ബന്ധപ്പെട്ട് ഭരണഘടനാ പ്രശ്നങ്ങൾ ഉണ്ടാകും എന്നൊക്കെ ഭയപ്പെട്ടുകൊണ്ടാണ് ആ കാര്യങ്ങൾ ചെയ്യാത്തത് എന്നാണ് അനുമാനിക്കുന്നത്. ഇപ്പോഴത്തെ വിഷയം എന്ന് പറഞ്ഞാൽ വലതുപക്ഷ തീവ്ര ചിന്താഗതിക്കാരുള്ള ഒരു പാർട്ടിയാണ് ഇപ്പോൾ നടക്കുന്ന ഭരണകക്ഷിയിലുള്ളത്. അതിൽ ഇറ്റാമിർ ബെൻഗിർ നമുക്കറിയാം, ഏറ്റവും കൂടുതൽ തീവ്രമായ രീതിയിൽ പാലസ്തീനുകളെക്കുറിച്ച് സംസാരിക്കുന്ന വ്യക്തിയാണ്. 7 സീറ്റുണ്ട്. അയാളെങ്ങാനും മാറിയാൽ ഭരണം ചെയ്യും.
അപ്പോൾ ഭരണം വീയാതിരിക്കാൻ വേണ്ടിയിട്ട് ഈ വലതുപക്ഷ തീവ്ര ചിന്താഗതിക്കാരുള്ള നിലപാടിനെ ശരിവെച്ചുകൊണ്ട് പോവുകയാണ് ഇപ്പോൾ പ്രധാനമന്ത്രി ചെയ്യുന്നത് എന്ന് ചുരുക്കം. എന്നാൽ ഇപ്പോഴത്തെ ഈ നിലവിലുള്ള ഒരു 2-3 മാസത്തെ മിഡിൽ ഈസ്റ്റ് കേന്ദ്രീകരിച്ചുകൊണ്ടും ഇറാൻ വിഷയമായിട്ട് കേന്ദ്രീകരിച്ചുകൊണ്ടുള്ള രാഷ്ട്രീയ അവസ്ഥകൾക്ക് വലിയ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അഥവാ ഇസ്രായേലും അമേരിക്കയും തമ്മിൽ ഒടക്കിയിരിക്കുന്നു. അകന്ന് പോകുന്നൊരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകുന്നുണ്ട്. ഇസ്രായേൽ ഇല്ലെങ്കിൽ നിലനിൽക്കാൻ വേണ്ടിയിട്ട്, അമേരിക്ക ഇല്ലെങ്കിൽ ഇസ്രായേൽ നിലനിൽക്കാൻ പറ്റില്ല മിഡിൽ ഈസ്റ്റ് മേഖലയിൽ. കാരണം എന്ന് പറഞ്ഞാൽ കൃത്യവും വ്യക്തവുമായിരിക്കുന്ന ഒരു ശത്രു രാജ്യം ഇറാൻ ഇപ്പോൾ തല ഉയർത്തി നിൽക്കുന്നു. അത് ഇതുവരെ 2025 മുൻപ് കാണാത്തതാണ്. ഉണ്ട് എന്നല്ലാതെ അവർ സൈനികപരമായിരിക്കുന്ന ശക്തിയുണ്ട്, അവർ വലിയ രീതിയിൽ ഉപരോധം നേരിടുന്ന രാജ്യമാണ്, അങ്ങനെയൊക്കെ അറിയാമെന്നല്ലാതെ ഇത്രത്തോളം കഠോരമുള്ള ശക്തിയുള്ള ഒരു രാജ്യമാണ് ഇറാൻ എന്ന് ലോകത്തിന് മനസ്സിലായത് 2025 ശേഷമാണ്. അപ്പോൾ തല ഉയർന്നു നിൽക്കുന്ന വലിയൊരു രാഷ്ട്രീയ പാർട്ടി, വലിയൊരു രാജ്യം, അത് ഏത് സമയത്തും ഇസ്രായേലിനെ ആക്രമിക്കാൻ വേണ്ടി തയ്യാറുള്ളത്, അത് മതപരമായിരിക്കുന്ന ഒരു അനുഷ്ഠാന കർമ്മത്തിൻ്റെ ഭാഗമാണ് എന്ന് വിശ്വസിക്കുന്നവർ, ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ആക്രമണം ഉണ്ടായി ഒരാൾ മരണപ്പെട്ടാൽ അത് രക്തസാക്ഷികളാണ് എന്ന് വിശ്വസിക്കുന്ന വിഭാഗത്തിന് മുൻപിൽ ഇസ്രായേലും അമേരിക്കയും പതറിപ്പോകുന്നു. അതാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അങ്ങനെ വരുന്ന സമയത്ത് ഒരു പിന്തുണ ഇല്ലാത്ത രീതിയിൽ ഇസ്രായേൽ നിലനിൽക്കാൻ വേണ്ടി പറ്റില്ല. മുൻപ് വലിയ രീതിയിലുള്ള പിന്തുണ, ഒന്നാം ലോക യുദ്ധത്തിലൊക്കെ വലിയ രാഷ്ട്ര കക്ഷി എന്ന് പറയുന്നത് ബ്രിട്ടൻ ആയിരുന്നു. അപ്പോൾ ബ്രിട്ടൻ്റെ നിഴൽ പറ്റിയിട്ടാണ് ഇസ്രായേൽ എന്ന് പറയുന്ന രാജ്യം ഉണ്ടായത് എന്ന് നമുക്കറിയാവുന്നതാണ്. പിന്നീട് 2ാം ലോക യുദ്ധത്തോടു കൂടി ബ്രിട്ടന് പകരം അമേരിക്ക ഉയർന്നു വന്നു. അമേരിക്ക 100% പിന്തുണ ഇസ്രായേലിന് നൽകി. അമേരിക്കയുടെ സ്റ്റേറ്റ് ആയിട്ടാണ് ഇസ്രായേലിനെ കൊണ്ട് നടക്കുന്നത്. ഓരോരോ വർഷത്തിലും ബജറ്റിൽ ഇസ്രായേലിൻ്റെ രാജ്യരക്ഷയുമായിട്ട് ബന്ധപ്പെട്ട് വലിയ രീതിയിലുള്ള ബജറ്റ് പണം പാസ്സാക്കാറുണ്ട്, ആയുധം നൽകാറുണ്ട്, സായുധ സംവിധാനങ്ങൾ നൽകാറുണ്ട്, സൈനികരെ പ്രാക്ടിക്കലിന് വേണ്ടി നൽകാറുണ്ട്. വലിയ രീതിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബന്ധമാണെന്ന് മാത്രമല്ല, ഇസ്രായേൽ ജനതയിലെ ജൂത വിഭാഗത്തിൽ 15 മുതൽ ഏകദേശം 25% ജൂതന്മാർ അമേരിക്കയിൽ പൗരത്വമുള്ളവരാണ്. ഇരട്ട പൗരത്വമാകുന്ന സമയത്ത് എന്താ, അമേരിക്കക്ക് വോട്ട് ചെയ്യാം, അമേരിക്കയിലെ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്യാൻ പറ്റും, ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രിയായിട്ട് വരുന്ന സമയത്ത് ഇവിടെയും വോട്ട് ചെയ്യാം, അങ്ങോട്ടും ഇങ്ങോട്ടും വോട്ട് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് ഈ അമേരിക്കൻ രാഷ്ട്രീയത്തിൽ ജൂത വിഭാഗം വളരെ നിർണായകമാണ്. കാര്യം ഒരു ഭരണത്തിലെ നിർണായക വോട്ടർമാരായിട്ട് അവരെ കാണുന്നു. അതുകൊണ്ട് എല്ലാ കാലത്തും ഇസ്രായേലിനെ തഴഞ്ഞുകൊണ്ടുള്ള മുന്നേറ്റം ട്രംപിനോ അല്ലെങ്കിൽ ഏതെങ്കിലും അമേരിക്കൻ പ്രസിഡന്റ്മാർക്കോ സാധിക്കാത്തതിന് പ്രധാനമായിരിക്കുന്ന കാരണം കൂടി ഇതാണ്. അപ്പോൾ എന്നാൽ ഇപ്പോഴത്തെ സ്ഥിതി എന്ന് പറഞ്ഞാൽ, അമേരിക്ക എന്ന് പറയുന്ന രാജ്യത്തിൻ്റെ അടിത്തറ പോലും അറേബ്യൻ രാജ്യങ്ങളിൽ ഇളകി തുടങ്ങിയ സ്ഥിതിക്ക് അവിടെ സാമ്പത്തികമായിരിക്കുന്ന വിഷയങ്ങൾ വല്ലാത്ത രീതിയിൽ അമേരിക്കയെ പിടികൂടിയിരിക്കുന്നു എന്നുള്ളത് ഒരു സത്യമാണ്. അങ്ങനെ വരുന്ന സമയത്തുള്ള വിഷയം എന്ന് പറഞ്ഞാൽ, അവരെ ഏകോപിപ്പിച്ചുകൊണ്ട് വീണ്ടും അമേരിക്കയുടെ കോളനി എന്നൊന്നും പരാമർശമില്ലെങ്കിൽ പോലും ചേർത്ത് നിർത്താനുള്ള വലിയ ശ്രമങ്ങൾ അമേരിക്ക നടത്തുന്നുണ്ട്. അതിനെന്താവണം, ഇവിടെ ഇസ്രായേൽ നിലനിൽക്കുകയും ഇറാൻ ഇല്ലാതാവുകയും ചെയ്യണം. അപ്പോൾ ഇസ്രായേൽ നിലനിർത്തുന്ന സമയത്ത് ഇറാൻ ഇല്ലാതാകുന്നില്ല. ഇറാൻ ഇല്ലാതാക്കുക എന്ന് പറഞ്ഞാൽ അത് നടക്കാത്തൊരു കാര്യമാണ്. അപ്പോൾ പിന്നെ ഈ മേഖലയിൽ സാമ്പത്തികപരമായ രീതിയിലും പ്രതിരോധ രംഗത്തും ആയുധ വിൽപ്പന രംഗത്തും അറേബ്യൻ രാജ്യങ്ങൾ അമേരിക്കയുമായിട്ട് സഹകരിക്കണമെങ്കിൽ ചെയ്യേണ്ട പ്രധാനമായിരിക്കുന്ന കാര്യം എന്ന് പറയുന്നത് ഇസ്രായേലുമായിട്ട് അകലണം. ഏതാണ് തമ്മിൽ ഭേദം എന്നുള്ളത് നോക്കുന്ന സമയത്ത് അത് ഇസ്രായേൽ അല്ല, അറേബ്യൻ രാജ്യങ്ങളാണ് എന്ന് കണ്ടെത്തി. നമ്മൾ 6ഓളം രാജ്യങ്ങൾ ഇപ്പോൾ ഇസ്രായേലിനെതിരെ പ്രമേയം അവതരിപ്പിച്ചതും ആ മീറ്റിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് അമേരിക്കയുടെ പ്രതിനിധിയും ഹമാസിൻ്റെ പ്രതിനിധികളും സംസാരിച്ചത് നമ്മൾ തൊട്ട് മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ്. അതിൽ ആ കാര്യങ്ങൾ കൃത്യമായിട്ട് പറയുന്നുണ്ട്. അതൊക്കെ എന്താണെന്ന് പറയുമോ, അതൊരു നിലനിൽപ്പിൻ്റെ വിഷയമാണ്. ഇപ്പോൾ ആടിക്കളിക്കുകയാണ്. എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റാത്ത രീതിയിലുള്ള പ്രതിസന്ധിയിലേക്ക് യഥാർത്ഥത്തിൽ ഇപ്പോൾ അമേരിക്ക ഓട്ടോമാറ്റിക്കായിട്ട് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ട്രംപിനെ ധിക്കരിക്കുന്നിടത്തേക്ക് വരെ ഇസ്രായേലിൻ്റെ പ്രധാനമന്ത്രി എത്തിയിരിക്കുന്നു എന്ന് പറഞ്ഞാൽ, നെതന്യാഹു വീണ്ടും തുടരുന്ന സമയത്ത് സംഘർഷഭരിതമായിരിക്കുന്ന ഒരു സാഹചര്യങ്ങൾ വീണ്ടും ഈ മേഖലയിൽ ഉണ്ടാവുമെന്ന് ട്രംപ് ഭയപ്പെടുന്നു. അതിനെന്ത് വെച്ചാൽ, അതായത് ഇപ്പോൾ അടുത്ത മാസം 2 മാസമേ ഇലക്ഷനുള്ളൂ, നെതന്യാഹുവിനെ മാറ്റുകയും പുതിയ ഭരണ സംവിധാനം അധികാരത്തിൽ വരികയും ചെയ്യണം. അപ്പോൾ യേഷ് അതീത് എന്ന് പറയുന്ന പാർട്ടി, അത് യായിർ ലാപ്പിഡ് നയിക്കുന്ന പാർട്ടിയാണ്. 24 അംഗങ്ങൾ നിലവിലിപ്പോൾ പ്രതിപക്ഷത്തെ നേതാവായിരിക്കുന്ന അദ്ദേഹത്തിനുണ്ട്. അദ്ദേഹമായിട്ട് സഹകരിച്ചുകൊണ്ട് നീങ്ങാൻ ഏറെക്കുറെ ഒരു ധാരണ ട്രംപിനുണ്ട് എന്നാണ് പറയപ്പെടുന്നത്. എന്നാൽ മറ്റ് 2 നേതാക്കന്മാരുടെ പേരും പറയുന്നുണ്ട്. അതിപ്പോൾ ഭരണകക്ഷിയിൽപ്പെട്ടവരല്ലാത്തവരാണ് എന്ന് പറയുന്നു. ഈ ഭരണകക്ഷി പൂർണ്ണമായ രീതിയിൽ
മാറണം എന്ന അഭിപ്രായമാണ്. ഇപ്പോൾ നെതന്യാഹുവിനെ സംബന്ധിച്ചിടത്തോളം ഭരണം വീണ് കഴിഞ്ഞാൽ, ഭരണകക്ഷി അല്ലാത്തൊരു സാഹചര്യങ്ങൾ വന്നാൽ പിന്നീട് ശിഷ്ടകാലം നെതന്യാഹു ജയിലിൽ കിടക്കണം. 3-ലധികം ക്രിമിനൽ കേസിലെ പ്രതിയാണ് എന്ന് മാത്രമല്ല 14 മുതൽ 30 വർഷത്തോളം ശിക്ഷ അനുഭവിക്കേണ്ട കേസാണ് ഇപ്പോൾ നെതന്യാഹുവിൻ്റെ തലയിലുള്ളത്. അപ്പോൾ യുദ്ധവുമായിട്ട് ബന്ധപ്പെട്ടാണ് അറസ്റ്റും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളും നടക്കാതെ പോകുന്നത്. ഇനി വരാൻ പോകുന്ന ദിവസത്തിൽ അങ്ങനെ ആയിരിക്കില്ല, മാറ്റങ്ങളുണ്ടാവും. അഥവാ ശിക്ഷ അനുഭവിക്കേണ്ട സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ പോകും എന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഈ ഒരു പ്രയാസം യഥാർത്ഥത്തിൽ ആർക്കുണ്ട്? പ്രധാനമന്ത്രി നെതന്യാഹുവിനുണ്ട്. അതിജീവിക്കാൻ വേണ്ടി ശ്രമം വിജയിക്കുന്നില്ല. മറ്റൊരു വിഷയം ഇവിടെ വരുന്നത്, ട്രംപിൻ്റെ അനുകൂലമായിരിക്കുന്ന നിലപാടൊക്കെ എടുത്തിട്ട് പിന്മാറുന്നൊരു സ്ഥിതി, അല്ല അതിനോടൊപ്പം ചേർന്ന് നിൽക്കുന്ന സമയത്ത് പിന്തുണ നൽകുന്ന വിഭാഗങ്ങൾ ഇറ്റാമിർ ബെൻഗിർ അടക്കം പിന്തുണ പിൻവലിക്കും. അപ്പോൾ 7 സീറ്റാണ് ഇറ്റാമിർ ബെൻഗിറിനുള്ളത്. അയാൾ പിന്തുണ പിൻവലിച്ചാൽ നിലവിൽ 67 സീറ്റും 57 സീറ്റുമാണ് ഇപ്പോൾ നിലവിൽ ഭരണപക്ഷവും പ്രതിപക്ഷമായിട്ട് ഉള്ളത്. അപ്പോൾ കുറഞ്ഞൊരു സീറ്റിൻ്റെ മാറ്റമാണ് ഉള്ളത് എന്നതിനാൽ ഭരണം താഴെ വീഴും. ഭരണം താഴെ വീണാൽ അറസ്റ്റ് ഉണ്ടാവും, ജയിലിൽ കിടക്കേണ്ടി വരും. പിന്നെ ലാപ്പിഡ് പാർട്ടിയെ നയിക്കാൻ വേണ്ടി നെതന്യാഹുവിനെ പോലെയുള്ള ഒരു എക്സ്പീരിയൻസ് ഉള്ള നേതാവില്ല എന്നതിനാൽ ഭരണപക്ഷം മൂക്ക് കുത്തും എന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൊണ്ടാണ് ഈ അമേരിക്കയുടെ പ്രസിഡന്റിനെ പോലും ധിക്കരിച്ചുകൊണ്ട് ഒരു കൃത്യമായിരിക്കുന്ന അല്ലെങ്കിൽ തന്ത്രപരമായിരിക്കുന്ന ഒരു രാഷ്ട്രീയം നെതന്യാഹു കളിക്കുന്നത് എന്നുകൂടി നമുക്ക് വായിച്ചെടുക്കാൻ വേണ്ടിയിട്ട് സാധിക്കുന്നതാണ്.